بمبداه حار الخلق كيف انتقابوا يا سيدي. പുലർക്കാറ്റിന്റെ ഗന്ധത്തിന് ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും മണമായിരുന്നു. ചെളി പുതഞ്ഞു കിടക്കുന്ന ഭൂമിക്ക് മുകളിൽ വൈക്കോലും പുല്ലും മുളയും ഉപയോഗിച്ച് തട്ടിയൊപ്പിച്ച കൊച്ചുകൂരകൾ. ദാരിദ്ര്യത്തിന്റെ അവശചിഹ്നങ്ങൾ ശരീരത്തിൽ കൊത്തിവെച്ചതുപോലെ എല്ലുകൾ പുറത്തേ കുന്തി നിൽക്കുന്ന കുട്ടികൾ. വികസനം ഭ്രഷ്ട് കൽപ്പിച്ച് മാറ്റി നിർത്തിയ ഒരു ഗ്രാമം. On a clear and moonlit night, in the dark cave of Hira, a man began to cry, oh, show me the light. സിമന്റും പെയിന്റും സ്പർശിച്ച കെട്ടിടങ്ങൾ അപൂർവം. Where will I go after I die? What's the purpose of this life? Where people murder and lie. How can I stop? ഇതാണ് പഞ്ചനന്ദപൂർ ഗ്രാമം. ബംഗാളിലെ മാൽഡ നഗരത്തിൽ നിന്ന് ഏകദേശം 20 കിലോമീറ്റർ അകലെയാണ് പഞ്ചനന്ദപൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നത്. ദാരിദ്ര്യ മരണങ്ങൾ ബംഗാളിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന സ്ഥലങ്ങളിൽ ഒന്ന്. 10,000-ലധികമാണ് ഇവിടുത്തെ ജനസംഖ്യ. എല്ലാവരും മുസ്ലിങ്ങൾ. ജീവിത നിലവാരം അതിദാരിദ്ര്യ രേഖയ്ക്കും താഴെ. Until he thought he would die. Read, oh Muhammad, read, in the name of your Lord. By Allah, you've been chosen over the whole. അക്ഷരത്തിന്റെ മാധുര്യം രുചിക്കാൻ സാഹചര്യമില്ലാതെ ദാഹിച്ചു കഴിയുന്ന കുഞ്ഞുങ്ങൾ. ഇത് പഞ്ചനന്ദപൂരിന്റെ മാത്രം കഥയല്ല. ബംഗാളിന്റെ ഉത്തരഭാഗമായ മാൽഡ, മുർഷിദാബാദ്, കുച്ച്ബിഹാർ ജില്ലകളിലെ ഗംഗാ തീരത്തെ ഗ്രാമങ്ങളിലെ ഇല്ലായ്മയുടെ പായൽ പിടിച്ച ജീവിതത്തിന്റെ കണ്ണീരുറ്റി വീഴുന്ന നേർക്കാഴ്ചകളാകുന്നു. يا مكين يا شهيد الله يا مختار يا حفيظ الله يا طه يا حبيب الله هيا عباد الله أحباء الله صلوا على النبي. ബംഗാളിനെ തലോടി ഒഴുകുന്ന നദിയാണ് ഗംഗ. ബംഗാൾ ഏറ്റവും കൂടുതൽ ഭയക്കുന്നതും ഗംഗയെ തന്നെ. അപ്രവചനീയമാണ് ഗംഗയുടെ ഒഴുക്ക്. ഏതു സമയത്തും കരകവിഞ്ഞൊഴുകാം. ഒരു തീരമൊന്നടങ്കം നാമാവശേഷമാക്കുകയും മറ്റൊന്ന് നിർമ്മിക്കുകയും ചെയ്യുന്ന പ്രകൃതമാണ് ഗംഗയുടേത്. ഇന്നലെ വരെ ജനനിബിഡമായിരുന്ന ഗ്രാമങ്ങൾ ഒരു രാത്രി കൊണ്ട് കൂലം കുത്തി ഒഴുകുന്ന നദിയായി മാറാം. പാകമെത്തിയ കർഷകത്തോട്ടങ്ങളുടെ മേൽ വെള്ളം ഇരച്ചുകയറി മണൽത്തിട്ടകൾ കൊണ്ടു മൂടാം. വന്യതയെ ഗർഭം വഹിച്ച് പുറമേ ശാന്തമായൊഴുകുന്ന ഗംഗ. മുൾമുനയിൽ ജീവിതം തള്ളി നീക്കുന്ന നദീതീരവാസികൾ. ഈ ഭാഗങ്ങളിൽ താമസിക്കുന്നവർ 40 വർഷമായി ഗംഗയുടെ അഭയാർത്ഥികളാണ്. ഏറ്റവും വലിയ മുസ്ലിം ഭൂരിപക്ഷ ജില്ലയായ മുർഷിദാബാദിലും മാൽഡയിലുമായി 6 ലക്ഷം ജനങ്ങളെയാണ് ഗംഗയുടെ സംഹാരതാണ്ഡവം നിരാലംബരാക്കിയത്. 2001 വെള്ളപ്പൊക്കത്തിൽ മാത്രം 2500-ലധികം കുടുംബങ്ങൾക്ക് ഗംഗയുടെ കലിതുള്ളലിൽ വീട് നഷ്ടപ്പെട്ടു.
ബംഗാളിലെ നഗരങ്ങളിൽ നിന്ന് ചേരികളിലേക്കും ഗ്രാമങ്ങളിലേക്കും ഇറങ്ങി നടന്നാൽ വികസനത്തിന്റെയും പരിഷ്കാരത്തിന്റെയും ക്യാൻവാസുകളിൽ നിന്ന് എടുത്തുമാറ്റിയ ജീവിതം നരബാധിച്ച ധാരാളം ഭീകരചിത്രങ്ങൾ കാണാം. അക്ഷരം നിഷേധിക്കപ്പെട്ട് കുടുംബഭാരം ചുമലിലേറ്റാൻ വിധിക്കപ്പെട്ട ബാല്യങ്ങൾ. A man began to cry, oh Allah, show me the light. Tell me why I was created. Where will I go after I die? What's the purpose of this life? Where people murder and lie. How can I stop the corruption? Oh Allah, you're my only God. Ya Habibi, Ya Mustafa, Ya Rasulullah, Ya Habib Allah, Ya Safi Allah. Ya Habibi, Ya Mustafa, Anta gharib, dhikruka പ്രതീക്ഷകളുടെ ചിറകുകളിലേറി അറിവിനെ കൂട്ടുപിടിച്ച് നിർമ്മാണാത്മകമായ സ്വപ്നം നെയ്യേണ്ട ബാല്യങ്ങൾ ഹോട്ടലുകളിലും ഫാക്ടറികളിലും റിക്ഷകളിലും മറ്റു അപകടകരമായ തൊഴിലിടങ്ങളിലും നിരക്ഷരതയുടെ ചങ്ങലകളിൽ തളച്ചിടപ്പെട്ടിരിക്കുന്നു. You've been elevated high like the moon up in the sky. Hayya ibadallah, ahibba Allah, sallu ala nabi. Hayya ibadallah, ahibba Allah, sallu ala nabi. Ya Yasin. ദാരിദ്ര്യത്തിന്റെ നിഴലുകൾ ശരീരത്തിലും വസ്ത്രങ്ങളിലും ജീവിതത്തിന്റെ ഓരോ നാൽക്കവലകളിലും പതിഞ്ഞ അരുകുവൽക്കരിക്കപ്പെട്ട ജീവിതങ്ങൾ. He 25% വരുന്ന ബംഗാളിലെ മുസ്ലിം ജനത രാജ്യത്തിലെ തന്നെ സാമൂഹികമായി പിന്നാക്കം നിൽക്കുന്ന ജനസമൂഹമാണ്. സച്ചാർ കമ്മിറ്റി റിപ്പോർട്ട് ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നിരക്ഷരതയും ദാരിദ്ര്യവും ദിശാബോധമുള്ള നേതൃത്വത്തിന്റെ അഭാവവും ബംഗാൾ മുസ്ലിമിന്റെ ജീവിതത്തെ അരക്ഷിതാവസ്ഥയുടെ ഇരുട്ടിൽ തളച്ചിട്ടിരിക്കുന്നു. സ്വത്വബോധം നഷ്ടപ്പെട്ട് കടത്തിണ്ണകളിലും നിരത്തുകളിലും അവർ ജീവിതം കഴിച്ചുകൂട്ടുന്നു. To him for this Islam, our life for him will give. His message with us will live. Our love for him knows no bounds. പ്രൗഢമായ ചരിത്ര പാരമ്പര്യമുണ്ട് ബംഗാൾ മുസ്ലിമിന്. പക്ഷേ ഇന്ന് ആ ചരിത്രം മറന്നുപോയിരിക്കുന്നു. വിസ്മൃതിയുടെ ചിലന്തി വലകൾ അവന്റെ ചരിത്രബോധത്തിന് മുകളിൽ വല നെയ്തിരിക്കുന്നു. ഇസ്ലാമിന്റെ സൂര്യകിരണങ്ങൾ ബംഗാളിൽ പതിച്ചത് AD 12-ാം നൂറ്റാണ്ടിൽ സൂഫികളിലൂടെയാണ്. അടിമവംശരാജാവായ ബഖ്തിയാർ ഖിൽജി സേനാ രാജവംശജനായ രാജാവ് ലക്ഷ്മണസെന്നിനെ കീഴ്പ്പെടുത്തിയതോടെയാണ് ബംഗാളിന്റെ ഭൂപടത്തിൽ
ഇസ്ലാമിൻ്റെ രാഷ്ട്രീയ ശക്തി ആധിപത്യമുറപ്പിക്കുന്നത്. 17-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ഇസ്ലാം ഖാൻ കീഴടക്കിയതോടെ ഡൽഹിയിലെ മുഗൾ ഭരണകൂടത്തിന് കീഴിലായി ബംഗാൾ. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന മുസ്ലിം രാജഭരണത്തിൻ്റെ മായാത്ത പ്രതാപമുദ്രകൾ പശ്ചിമ ബംഗയുടെ മാറിടത്തിൽ ഇന്നും എഴുന്നു നിൽക്കുന്നു. ഇസ്ലാമിക വാസ്തുകലയുടെ നയനമനോഹര ദൃശ്യങ്ങളായി ഗോർമാൽഡയിലെയും മുർഷിദാബാദിലെയും എടുപ്പുകൾ കവിത പൊഴിച്ചു നിൽക്കുന്നു. ഇസ്ലാമിക പ്രതാപത്തിൻ്റെ ഉറവകേന്ദ്രങ്ങളായ മസ്ജിദുകൾ നിർമ്മാണത്തിലും ചാരുതയിലും വേറിട്ടു നിൽക്കുന്നവയാണ്. രാജാവായിരുന്ന സിക്കന്ദർ ഷാ ഇൻഡോ ഇസ്ലാമിക് ആർക്കിടെക്ചറിൽ പണിതുയർത്തിയ പണ്ടുവയിലെ അദീന മസ്ജിദും സോന മസ്ജിദും മുർഷിദാബാദിലെ കട്ര മസ്ജിദും മുസ്ലിം പ്രതാപകാലത്തിൻ്റെ മൂകസാക്ഷികളായി അന്യാധീനപ്പെട്ട് കിടക്കുന്നു. ഭൂമിയിലെ സ്വർഗമെന്നാണ് ചരിത്രത്തിൽ ഗോർ നഗരത്തെക്കുറിച്ച് അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ബംഗാളിൻ്റെ ചരിത്രത്തിൽ സർവ്വവിധ പ്രൗഢിയോടെയും പണിതുയർത്തിയ നഗരമാണ് ഗോർ. തടാകങ്ങളും പച്ചവിരിച്ച പുൽമേടുകളും പടർന്നു നിൽക്കുന്ന മാന്തോപ്പുകളിലൂടെ തഴുകിയെത്തുന്ന ഇളങ്കാറ്റും തീർക്കുന്ന ആനന്ദകരമായ അന്തരീക്ഷമാണ് ഗോറിൻ്റേത്. സോനാബാരി മസ്ജിദും ചംകാത്തി മസ്ജിദും ഫിറോസ് മിനാറും ഇന്ത്യയുടെ വിസ്മരിക്കപ്പെട്ട സ്വർഗനഗരത്തിലെ പ്രധാന ചരിത്ര സ്മാരകങ്ങളാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാൽപ്പാടുകൾ സൂക്ഷിക്കാനായി നിർമ്മിച്ച ഖദമെ റസൂൽ മസ്ജിദ് ഗോർ നഗരത്തിൻ്റെയും ബംഗാൾ മുസ്ലിമിൻ്റെയും പ്രവാചകാനുരാഗത്തിൻ്റെ പ്രണയസാക്ഷിയായി ഇന്നും നിലനിൽക്കുന്നു. ചരിത്രത്തിലെ ബംഗാളി മുസ്ലിം പ്രതാപിയായിരുന്നു, അഭിമാനിയായിരുന്നു. അവൻ വിദ്യാസമ്പന്നനും സാക്ഷരനുമായിരുന്നു. പക്ഷേ ചരിത്രത്തിൻ്റെ കയറ്റിയിറക്കത്തിനിടയിൽ അവനെപ്പോഴോ പിന്നാക്കം പോയി. കൊളോണിയൽ അധിനിവേശവും വിഭജനവും അവൻ്റെ പ്രതാപത്തിൽ മുറിവുകളാഴ്ത്തി. മുസ്ലിം ചേരികളിലേക്ക് വലിച്ചെറിയപ്പെട്ടു. He's a mercy for mankind. His speech was gentle and kind. He summoned people to Allah and led them on his path. Mankind. നാഗരിക ജീവിതത്തിന്റെ രഥങ്ങളിൽ നിന്ന് റിക്ഷകളിലേക്ക് മുസ്ലിം ജീവിതങ്ങൾ പറിച്ചു നടപ്പെട്ടു. ഇസ്ലാമിക മഹിമയുടെ ശബ്ദവീജികൾ മുഴങ്ങിയിരുന്ന മിനാരങ്ങളിൽ ഇന്ന് പ്രാവുകൾ കൂടുകൂട്ടിയിരിക്കുന്നു. വിമോചകനെ കാത്തിരിക്കുകയായിരുന്നു ബംഗാൾ. തങ്ങളുടെ സ്വപ്നങ്ങളും ആവശ്യങ്ങളും സാക്ഷാത്കരിച്ച് പ്രതീക്ഷയുടെ തിരിനാളങ്ങൾ കൊളുത്തിയെടുക്കാൻ പറ്റിയ ഒരു നായകനെ, ഒരു പ്രസ്ഥാനത്തെ. അങ്ങനെയാണവർ കൊൽക്കത്തയിലെ മർക്കസ് ഓഫീസിൽ അഭയം പ്രാപിക്കുന്നത്. ദാഹജലത്തിന് അന്യഗ്രാമങ്ങളെ ആശ്രയിക്കുന്നവർ, ദാരിദ്ര്യത്തിൻ്റെ ചുഴിയിൽപ്പെട്ടു വലയുന്ന ഗ്രാമങ്ങളിൽ നിന്നും ഭക്ഷണവും വസ്ത്രവും അപേക്ഷിച്ചു വരുന്നവർ, മർക്കസിന്റെ വിദ്യാഭ്യാസ സംരംഭങ്ങളിൽ പ്രതീക്ഷയർപ്പിച്ചു വരുന്നവർ, അനാഥ ബാല്യങ്ങൾക്ക് സാന്ത്വനത്തിന്റെ പിതൃസ്പർശം തേടി വരുന്നവർ, അന്തിയുറങ്ങാൻ പീഡികത്തിണ്ണയിലേക്ക് ഇറങ്ങേണ്ടി വരുന്ന ഭവനരഹിതർ. ഇങ്ങനെ അനന്തമായ ജീവിത പ്രാരാബ്ധങ്ങളുടെ ഭാണ്ഡക്കെട്ടുകൾ മർക്കസിന്റെ മടിത്തട്ടിൽ അവർ ഇറക്കിവെച്ചു. മർക്കസ് അവർക്കുത്തരം നൽകി. ഷേഖ് സാബ് അവരുടെ വിമോചകനായി. നഷ്ടപ്രതാപത്തെ തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങളിൽ ഷേഖ് സാബിനെ അവർ മുന്നിൽ പ്രതിഷ്ഠിച്ചു. ജീവിതത്തിന്റെ നാനാ തുറകളിലും ഷെയ്ഖ് സാബും അനുചരന്മാരും അവരോടൊപ്പം ഇറങ്ങി നടന്നു. On a clear and moonlit night, in the dark cave of Hira, a man began to cry, Oh Allah, show me the light. അവർക്കു വേണ്ടി 100ഓളം മസ്ജിദുകൾ. I was created, where will I go after I die? What's the purpose
of this life, where people murder and lie. How can I stop the corruption? Oh Allah, you're my only love. Ya Habibi, Ya Mustafa, Ya Rasulullah, Ya Habib. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, Ya Habibi, Ya Mustafa, Anta 200-ലധികം കിണറുകൾ, On that clear and blessed night, Jibreel came to Hira. He hugged Prophet Muhammad until he thought he would die. Read, oh Muhammad, read, in the name of your Lord, by Allah. നൂറുകണക്കിന് അനാഥ മക്കൾക്ക് സംരക്ഷണം, Over the whole of mankind, you've been elevated high, like the moon up in the sky. എല്ലാം ഷേഖ് സാബ് നൽകി. ആധുനികതയുടെ ജീർണതകളും ഉപഭോഗ സംസ്കാരത്തിന്റെ ദംഷ്ട്രകളും കീഴ്പ്പെടുത്തുമായിരുന്ന യുവജീവിതങ്ങളെ ധാർമ്മികതയുടെ പച്ചപ്പിലേക്ക് MSOയുടെയും MOIയുടെയും യുവപ്രബോധകർ വഴി നടത്തി. ആഘോഷങ്ങളുടെയും പ്രകടനങ്ങളുടെയും നഗരമായ കൽക്കത്തയിലെ മർക്കസ് ആസ്ഥാനത്തിരുന്ന് അവർ കരയുന്ന ബംഗാൾ മുസ്ലിമിന് ശുഭ പ്രതീക്ഷകരായി. വിഭാതം കുളിർത്തൂകും ഹിമപാളി വീണിതു സ്വച്ഛന്ദ സന്ദേശ സുപ്രഭാതം. അരുണാർക്കരേണുക്കൾ അലയായി ലയമായി പുതുമേടു തീർക്കുന്ന പൊൻപ്രഭാതം. കഷ്ടമേ ജീവിതം കനകാന്ധകാരത്തിൽ പൊട്ടിത്തകർന്നടിഞ്ഞീ പാതയിൽ ജീവച്ഛവം വെറും മാംസകോലങ്ങളിൽ ആത്മാവിനകലം പിടിച്ച തീയിൽ. കാലദേശത്തിന്റെ സന്ധിയിൽ മറ ചെയ്ത സങ്കൽപ്പ സ്വപ്നമീസാൻ കല്ലുകൾ കത്തിക്കരിഞ്ഞടർന്നങ്ങിങ്ങു പാറിപ്പറന്നുപോയി 1000 പൂക്കളിൽ. പ്രാക്തന കാലങ്ങളിൽ അഭിമാന ചിഹ്നങ്ങളായി നാം രചിച്ചു മഹാഗീതികൾ. ഭരണനൈയാമിക സിരകളിൽ വിപ്ലവ പടവാളുമായി നാം ഘോരഘോരം വാണു. ഗതിമാറി ധരണിയിൽ കാർമേഘപാളികൾ ഖിന്നതയാൽ കണ്ണുനീരൊഴുക്കി. വിധി തീർത്ത പട്ടടപ്പാളിയിൽ സ്വയമൊരുകി പേക്കുമായി നാം തരിച്ചു നിന്നു. സ്വപ്നങ്ങളില്ലാതെ ചിറകരിഞ്ഞൊടുങ്ങി നാം ജ്വലിക്കുമാത്മാവിനായി പരതിടുന്നു. പുതുരേണുക്കൾ തീർത്തു വിപ്ലവ ശംഖുമായി മാറ്റത്തിൻ പുതുനാമ്പു തീർത്തു. പാണ്ഡിത്യശോഭയിൽ വെൺചെരാതേന്തി ഖമറുല്ലുലമ ഉദിച്ചുയർന്നു. കര കാണാ കഥനത്തിൻ കയത്തിൽ നിലാവിൻ്റെ പ്രഭയായി പ്രതീക്ഷയായി വന്നു ശൈഖുനാ.